ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റ് ആയിട്ടൊക്കെയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 3 ദിവസം മുമ്പാണ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് കാണാം. എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു KSRTC സീറ്റ് കണ്ടിട്ട് KSRTC ബസ്സാണെന്നാണ് തോന്നുന്നത്. KSRTC ബസ്സിൽ ഒരു കുട്ടിക്ക് നേരിട്ടിട്ടുള്ള ഒരു അനുഭവം ആള് ഷൂട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതാണ്. അപ്പം ഈ വ്യക്തിയെ പരിചയമുള്ള ആൾക്കാരും കുറെ പേര് കമന്റ് ബോക്സിലൊക്കെ വന്ന് ആരാണ്, എന്താണ്, ഏതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് കുട്ടികളെ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ കുറച്ച് കമന്റ്സ്, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ആ കുറച്ച് കമന്റുകളാണ്. കുറച്ച് കമന്റ്സ് വന്നത് എന്താണെന്നറിയോ, ഇവൻ ഇത്രക്കും ദാരിദ്ര്യമാണോ ഈ പെണ്ണിനെ പോയി തോണ്ടാൻ വേണ്ടിയിട്ട്? അതിന്റെ മുഖം നോക്കടാ, നിനക്ക് അതിന്റെ മുഖം കണ്ടിട്ട് തോണ്ടാൻ തോന്നുന്നുണ്ടോന്നൊക്കെ. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? അല്ലെ നിങ്ങൾ എന്തുകൊണ്ട് ആ കുട്ടിയെ ഇതിനെ എന്നിട്ട് ഛർദിക്കുന്ന പിന്നെ ഇമോജിയൊക്കെ ഇട്ടിരിക്കുന്നത്? എന്താ കുഴപ്പം? അല്ലെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ഇടുന്ന അല്ലെങ്കിൽ എന്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, എന്താണ് നിങ്ങളുടെ കോൺസെപ്റ്റിൽ സൗന്ദര്യം എന്നുള്ളത്? ഒരു സ്ത്രീയുടെ, ഒരു പുരുഷന്റെ സൗന്ദര്യം എന്താണ്? തൊലിവെളുപ്പാണോ, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള മാൻമിഴികളാണോ, മുല്ലമുട്ട് പോലത്തെ പല്ലുകളാണോ? അങ്ങനെയാണോ നിങ്ങളുടെ കോൺസെപ്റ്റ് ഭംഗി എന്നുള്ളത്? ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഒരു കാര്യം പറയട്ടെ. ഈ പുറമേ കാണുന്ന ഭംഗിയുണ്ടല്ലോ, നമ്മളെ പുറമേയുള്ള ഭംഗി, ഒന്ന് മൂക്കോ കാലോ തെറ്റി വീണ് മൂക്കിടിച്ച് വീണാ തീരാവുന്നതേ ഉള്ളൂ ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത്. എല്ലാരും ഭംഗിയുള്ള ആൾക്കാരാണ്. അങ്ങനെ ഇന്ന ആൾക്കാർ മാത്രം, വൈറ്റ് ആയിട്ടുള്ളവർ മാത്രം ഭംഗി, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കണ്ണുള്ളവർ മാത്രം ഭംഗി, ഇങ്ങനെയുള്ള മൂക്കുള്ളവർ മാത്രം ഭംഗി, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും സ്വയം. ഇപ്പൊ ഞാൻ പറയല്ലോ, നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഛർദ്ദിക്കാൻ തോന്നുമായിരിക്കും, ചില ആൾക്കാർക്ക് ഇതെന്ത് കോള. എനിക്കുണ്ടല്ലോ ഈ ലോകത്ത് ഏറ്റവും ഭംഗി ആരാണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയും ഞാനാണെന്ന്. ബിക്കോസ് അത് ബാക്കിയുള്ളവർ എന്നെ എന്ത് പറയുന്നു എന്നുള്ളത് എന്റെ വിഷയമല്ല. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഭയങ്കര ഭംഗിയാണ്. ഞാൻ കാണുന്ന എല്ലാവരും ഭയങ്കര ഭംഗിയാണ്. സ്വയം എല്ലാവർക്കും. ഇപ്പൊ ഈ കുട്ടി ഇവള് ചെയ്തിട്ടുള്ള, പിന്നെ കുറെ പേര് പറഞ്ഞത് എന്തിനു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നേ? എടാ ചെറ്റകളെ, ഇതിപ്പോ ഈ കുട്ടി വീഡിയോ എടുത്തില്ലായിരുന്നു എന്ന് വെച്ചോ, അവള് വീട്ടിലെത്തിയിട്ട് പറയുന്നു, ഞാൻ ഇത്ര സമയത്ത് ഇന്ന ബസ് കയറിയ സമയത്ത് എന്റെ തൊട്ട് ബാക്കിലിരുന്ന ഒരാള് എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ പോയി കമന്റ് ബോക്സിൽ കിടന്ന് കൊണച്ചേനെ. നിന്റെ കയ്യിൽ ഫോണില്ലേ, നീയൊക്കെ ജെൻസി കിഡല്ലേ, നിനക്ക് അവന്റെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പാടില്ലായിരുന്നു. നാലാൾ അവനെ കാണട്ടെ, നാലാൾ അറിയട്ടെ ഇവൻ ഇന്ന് പിന്നെ പുണ്യകർമ്മം ചെയ്തവനാണെന്ന് അറിയട്ടെ നിങ്ങൾ പറഞ്ഞേനെ. അതേസമയം ആ കുട്ടി അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തപ്പോ അതിനെ ചീത്ത വിളിക്കാൻ പോകുന്നു. ഇങ്ങനെ പറയുന്നു, നീയൊക്കെ എന്തിനാ വീഡിയോ എടുക്കുന്നേ, ആ ചെക്കന് ഭാവിയില്ലേ? എടാ, ഇവനൊന്നും ഭാവി വേണ്ട, മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ചെറ്റകൾക്ക് ഇടയില് കൂടിയിട്ട് എടാ തന്തയില്ലാത്തവനെ, നിന്നോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ നിനക്ക് ആ കുട്ടീന്റെ കൈയിന്റെ ഈ ഭാഗം മാത്രമേ തൊടാൻ പറ്റുള്ളൂ. പിന്നെ കൂടി പോയി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും തൊടാൻ പറ്റും. കാരണം ആ കുട്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നുള്ളത്. ഈടെ തൊടുമ്പോഴത്തേക്കും നിന്റെ സാമാനം എണീക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ നീ വിലയിരുത്തി നോക്കിയടാ. ഇവന്റെ വീട്ടുകാർ ഇവനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം കേട്ടോ. കാരണം നിങ്ങൾ ഇവനെ ശ്രദ്ധിക്കാത്ത സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളും നോക്കി ഇവൻ ആസ്വദിക്കുന്നുണ്ടാവും, ഇവന്റെ അമ്മേന്റെ അടക്കം. ഇവനൊന്നും ആരും കല്യാണം കഴിക്കരുതേ, ഞാൻ ഉള്ളത് പറയാലോ. ഒരാളും ഇവനൊന്നും പെണ്ണ് കൊടുക്കരുത്. ഇങ്ങനെയുള്ള ഒരുത്തൻ നിങ്ങൾ പെണ്ണ് കൊടുക്കരുത്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. കാരണം ഒരു നോർമൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ഒരു പെൺകുട്ടി പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ കൈയെങ്കിലും ഒന്ന് തൊടാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കണമെങ്കിൽ ഇവൻ എന്തൊരു മൃഗമാണ് ഇവൻ, അല്ലേ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബൈജു എന്ന് പറയുന്ന ഒരു ചെങ്ങായി എനിക്ക് അയച്ചിട്ടുള്ള ഒരു ബാഡ് മെസ്സേജിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ്
പിന്നെ ഇവന്റെ ബ്രദർ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ആ ബ്രദറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ബ്രോ ഇങ്ങനെയാണ് സംഭവം, നിങ്ങളുടെ അമ്മേനോട് ദയവ് ചെയ്തിട്ട് സോറി പറയണം. കാരണം അത് എൻ്റെ ഒരു മനസ്സമാധാനത്തിനാണ്. സോറി പറയണം. നിങ്ങളുടെ ഏട്ടനോ അനിയനോ അവർ ചെയ്തതിന് അവരമ്മേനെ നമ്മൾ വിളിക്കുന്നത് തെറ്റാണ്. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം തന്തയില്ലാത്തവൻ അങ്ങനെയൊക്കെ വിളിക്കലല്ലാണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവരെ. പക്ഷെ അമ്മേനോട് ഞാൻ മാപ്പ് പറഞ്ഞു എന്ന് പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, അല്ല എൻ്റെ ചേട്ടൻ പാവമാണ്, എൻ്റെ ചേട്ടൻ്റെ അക്കൗണ്ട് രാവിലെ മുതൽ സംഭവം ഉണ്ടല്ലോ. നമ്മൾ ഈ കള്ളത്തരം പറയുന്ന സമയത്ത് ഇങ്ങനൊരു പ്രശ്നം, നമ്മളെല്ലാം ശ്രദ്ധിച്ചു വേണം കള്ളത്തരം പറയാൻ. ബ്രോ നിങ്ങൾ നോക്കിയില്ലായിരുന്നു അല്ലേ? മെസ്സേജ് എപ്പോഴാണ് എങ്ങനെയാണ് വന്നത് നിങ്ങൾ നോക്കിയില്ലായിരുന്നു. നിങ്ങൾ വിചാരിച്ചു രാവിലെ 9:30 എനിക്ക് ആ മെസ്സേജ് വന്നതെന്നല്ലേ? അതാണ് നിങ്ങൾ പറഞ്ഞത് രാവിലെ തൊട്ട് ഏട്ടായിയുടെ അക്കൗണ്ട് കാണുന്നില്ല, ഏട്ടായിയുടെ അക്കൗണ്ട് ആരോ കൊണ്ടുപോയി എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഈ തീട്ടായി ഉണ്ടല്ലോ, രാത്രിയാണ് മെസ്സേജ് അയച്ചത്. ഇന്നലെ, അതായത് ഇന്നാണ് ഞാൻ വീഡിയോ ഇട്ടതെങ്കിൽ ഇന്നലെ രാത്രി 9:30 മെസ്സേജ് ഇട്ടത്. അപ്പൊ തീട്ടായിയുടെ കയ്യിൽ ആ ഫോണുണ്ട്. പിന്നെ ഏട്ടന്റെ അക്കൗണ്ട് ഹാക്കായി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, 1998 ട്രെൻഡ് ഔട്ട് ആയതാണ് ഈ ഒരു കാരണം. അപ്പൊ ഞാൻ വളരെ കൃത്യമായിട്ട് അവരുടെ കമന്റ് ബോക്സിലും പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചാടി പോവണ്ട, പ്രൈവറ്റ് ആയി, പേടിക്കണ്ട. അപ്പോൾ ഞാൻ വളരെ കൃത്യമായി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സൈബർ സെല്ലിൽ പോയി പരാതിപ്പെടുക. നിങ്ങളുടെ ഫോൺ ഏത് സമയത്താണോ ഹാക്ക് ആയത്, അപ്പൊ ആരുടെ കയ്യിലായിരുന്നു ഫോൺ, ഏത് ഡിവൈസിലാണ് ഓപ്പൺ ആയത്, ആരാണ് ഓപ്പൺ ആക്കിയത് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ആളുമായിട്ട് എന്നെ കാണാൻ വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം ആ ആളെ കാണാൻ വേണ്ടിയിട്ട്. ഉത്തരമില്ല. മനസ്സിലായില്ലേ സംഭവം? ഈ ബൈജുവിന്റെ പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാ കിട്ടിയിട്ടുണ്ട്. ബൈജുവിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കൊന്നും ഇതിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. ഇവനെയും പെണ്ണ് കൊടുത്തിട്ടില്ല ഇതുവരെ, കൊടുക്കരുത് തന്നെ ആരും. അപ്പൊ ആ പെണ്ണ് കിട്ടാത്തതിന്റെ ക്രിമികടിയാണ് നാട്ടിലെ സ്ത്രീകളോടൊക്കെ ഇവൻ തീർക്കുന്നത്. നിന്റെ ക്രിമികടി ഇന്നലത്തോടെ തീർന്നിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. തീരണം, നിന്റെയൊക്കെ തീരണം. പിന്നെ ഉണ്ടല്ലോ ഈ ഫേക്ക് അക്കൗണ്ട് ആണ്, എന്റെ ഫ്രണ്ടിന്റെ കയ്യിലായിരുന്നു ഫോണ്, അവനാണ് ഇതൊക്കെ അയച്ചത്, അതെല്ലാം കഴിഞ്ഞു. ഇത് 2026 അപ്പം നല്ല എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് വരണം. ബാക്ക് ടു ദ ടോപ്പിക്. അപ്പൊ ഇതുപോലുള്ള ചെറ്റകളോട്, ഇതുപോലത്തെ നമ്മുടെ ബസ്സിൽ തോണ്ടുക, പിടിക്കുക, മുട്ടുക, ഉരുമുക എന്നൊക്കെയുള്ള ടീംസിനോട് ജെനുവിൻ ആയിട്ടാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഡിസ്കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തതിന് ശേഷം, മോളെ നീ ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ, വീഡിയോ കട്ടാക്കിയിട്ട് എണീക്കോ കൊടുക്കുക, പട്ടക്കെന്ന് പറഞ്ഞിട്ട് 1, 2, 10 കൊടുത്തോ, ഒരു പ്രശ്നവും ഇല്ല മോളെ. ഇനിയുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രോപ്പറായിട്ട് നിങ്ങളുടെ കയ്യിൽ ഷിംജിനെ പോലെയല്ല കേട്ടോ, ഷിംജിനെ പോലെയല്ല, ജെനുവിൻ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ശരീരഭാഗത്ത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് തൊട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തെളിവ് മുഖ്യമാണ് ബിഗിലെ. ഈ കമന്റ് ബോക്സ് കണ്ടിട്ട് അയ്യോ നാളെ എന്നെ ആരെങ്കിലും തോണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അടിച്ചു കൊല്ലാം, തെളിവ് എടുത്തു വെക്കണ്ട. നോ, ഇത് 2026. കമന്റ് ബോക്സിൽ പലതും ചിലക്കും. ഇവരെങ്ങനെയാണെന്നറിയോ? നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പറയും എന്തിനാണ് തെളിവെടുത്ത് വെച്ചെന്ന്, തെളിവില്ലെങ്കിൽ പറയും എന്തുകൊണ്ട് തെളിവെടുത്ത് വെച്ചില്ലാന്ന്. അതുകൊണ്ട് തെളിവെടുത്ത് വെച്ചോ. തെളിവെടുത്ത് വെച്ചതിന് ശേഷം എന്താണോ കയ്യിൽ കിട്ടുന്നത് അത് വെച്ച് അടിക്കുക. കൈകൊണ്ട് തന്നെ അടിച്ചാൽ മതി, തന്നെ കൈകൊണ്ട് അടിക്കുക. അല്ലെങ്കിൽ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ പോയി ഡെറ്റോൾ ഇട്ട് കൈ കഴുകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താണോ തപ്പിത്തെളിമ കിട്ടുന്നത് അതുകൊണ്ട് കൊടുക്കാം. ആരും ഒന്നും പറയില്ല മക്കളെ, ഒന്നും പറയില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നിങ്ങൾ പെപ്പർ സ്പ്രേ, അത് പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളെ നിങ്ങളും ബസ്സിൽ ഒരുപാട് കുണ്ടന്മാരുടെയും പിന്നെ ഈ പറഞ്ഞ പോലെ കടിമൂത്ത സ്ത്രീകളുടെ ഒക്കെ സ്പർശനങ്ങളും ഇന്നപ്രോപ്രിയേറ്റ് സ്പർശനങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പം അയ്യോ ഞാനൊരു ആൺകുട്ടിയല്ലേ, ഞാനിതെങ്ങനെ പുറത്തു പോയി പറയും, ആൾക്കാരിതെങ്ങനെ എടുക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. നന്നായിട്ട് അറിയാം, നിങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലാവട്ടെ എവിടെയാവട്ടെ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ആൺകുട്ടികളോട്. നിങ്ങൾക്ക് പ്രതികരിക്കാം. എന്താ നിങ്ങളുടെ മാനത്തിന് വിലയില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഒരാൾ എനിക്ക് തൊടുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമല്ല. പെൺകുട്ടികളെ പോലെ തന്നെയാണ് നിങ്ങൾക്കും അത്. നിങ്ങളുടെ മാനത്തിനും മര്യാദക്കും നിങ്ങളുടെ ശരീരത്തിനും ഒക്കെ വിലയുണ്ട്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ആയി തോന്നിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തച്ചു കൊണ്ടുപോയി തച്ചിട്ട് മൂക്കുന്ന ചോര വരണം. അല്ലെങ്കിൽ ഈ പെപ്പർ സ്പ്രേ കൊണ്ടുപോവാ, ഒരു കുഞ്ഞ് ഇതിൽ കിട്ടും, നമ്മുടെ ബാഗിലൊക്കെ കീശയൊക്കെ ആക്കി ഇടാൻ പറ്റുന്ന പോലെ കൊടുക്കും. നമ്മ അങ്ങ് കൊടുക്കാൻ അങ്ങോട്ട്. മനസ്സിലായില്ലേ? ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ പറയട്ടെ,
പിന്നെ ഒന്നുമില്ലെങ്കിലും ഇനി 40 ആള് നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞാലും മക്കളെ, നിങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്നിറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ഓന് 4 കൊടുത്തു കഴിഞ്ഞിട്ട് വീട്ടിൽ നാളെ സുഖമായിട്ട് ഉറങ്ങുമ്പോണ്ടല്ലോ, അങ്ങനെ ഒരു ആശ്വാസം കിട്ടും. ഇതുവരെ ഇല്ലാത്തൊരു ഉറക്കം നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ പ്രതികരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. പിന്നെ ഈ കമന്റ് ബോക്സിലുള്ള കുരച്ചുകൊണ്ടേയിരിക്കും, അത് നിർത്താൻ പോകുന്നില്ല. സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം അമ്മയെ തല്ലിയാൽ പോലും 2 വശം പറയുന്ന ടീംസാണ്. നെവർ മൈൻഡ്, തെളിവെടുത്തു നോക്ക്. ആൻഡ് യു, ഈ വീഡിയോയിൽ കാണുന്ന കുട്ടി, ഹാറ്റ്സ് ഓഫ് ടു യു. അടിപൊളി. ഒന്ന് കൊടുക്കാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ കുട്ട. അടിപൊളി. ഇങ്ങനെ തന്നെ പ്രതികരിക്കുക. എല്ലാ കുട്ടികളും ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അല്ലാണ്ട് നിങ്ങള് പിന്നെ ബസ്സിൽ പോകുന്നുണ്ട് വെച്ചിട്ട് ഏതെങ്കിലും കുറിച്ച് തോണ്ടാനുള്ള ഇതൊന്നും അല്ല. മനസ്സിലായില്ലേ? ബോൾഡായിരിക്കുക എല്ലാവരും.